നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആൻഫീൽഡിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ ലിവർപൂളിൽ ബേൺമൗത്തിനെ 4-2 പരാജയപ്പെടുത്തി ഇന്നലത്തെ കളിയുണ്ടല്ലോ, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആൻഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകളാൽ നിറഞ്ഞ ഒരു സ്റ്റേഡിയം. അവർ സൈലൻസോടുകൂടിയാണ് ആരംഭിക്കുന്ന റഫറിയുടെ വിസിൽ. അത് അനൗൺസ്മെൻറ്റ് വന്നു, റഫറി വിസിലടിക്കുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആവണം എന്നുള്ളത്. ഒരു മൗനം ആചരിക്കുക, റഫറിയുടെ അടുത്ത വിസിലിൻ്റെ മൗനം അവസാനിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു മൗനാചരണം നടത്തി. അതുപോലെ തന്നെ ആ ഒരു മൊസൈക്ക് ജോട്ടയുടെ പേരിൽ ആരാധകർ കാണിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ചാൻറ്റ് ചെയ്യുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഒടുവിൽ മോസല ഗോളടിച്ചിട്ട് ജോട്ടയുടെ സെലിബ്രേഷൻ കാണിക്കുന്നു. അവസാനം സല കരയിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അതിനുശേഷം പ്രസ് കോൺഫറൻസിൽ ആർനെ സ്ലോട്ട് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. അദ്ദേഹം പറയുന്നു ഇങ്ങനെ: നോർമലി ഒരു 10-20 മിനിറ്റൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ, മത്സരം 2-2 സമനിലയാവുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഡിയേഗോ ജോട്ടയെയാണ് കളിക്കളത്തിലേക്ക് ഇറക്കി വിടാൻ. പക്ഷേ അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നില്ലല്ലോ. ജോട്ട ഇന്ന് നമ്മോടൊപ്പമില്ല, ആൻഫീൽഡിലില്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പമില്ല. പിന്നെ സ്ലോട്ട് പറയുന്നുണ്ട് ആരാധകരുടെ സഹായത്താലും മറ്റു താരങ്ങളെ കൊണ്ടൊക്കെ മത്സരം പിന്നീട് ഞങ്ങൾ ടേൺ അറൗണ്ട് ചെയ്തു. പക്ഷെ വല്ലാത്തൊരു വാക്കായി പോയി അത്. നോർമലി ഇങ്ങനെ 2-2 ടീം നിൽക്കുമ്പോൾ ഞാൻ നോക്കുക ഡിയേഗോ ജോട്ടയെയാണ്. ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ അദ്ദേഹം ഇന്നവിടെയില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എന്നാലും ആർനെ സ്ലോട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും മെയിൻ ഇമോഷൻ ഞാൻ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ട്രിബ്യൂട്ടാണ് ഡിയേഗോക്ക് കൊടുത്തത്. ആ ബാനർ ഉയർത്തിയ ബാനർ യു വിൽ നെവർ ബാക്ക് അലോൺ, അതോടൊപ്പം തന്നെ അവർ അത് ചാൻറ്റ് ചെയ്യുന്നത്, ഡിയേഗോക്ക് വേണ്ടി നടത്തുന്ന ചാൻറ്റുകൾ ഫസ്റ്റ് മിനിറ്റിൽ, ആഫ്റ്റർ 20 മിനിറ്റ്സിൽ, ആഫ്റ്റർ ദി ഗെയിം, അതൊക്കെ തീർച്ചയായിട്ടും ഇറ്റ് വാസ് സോ ഇംപ്രസീവ് ആൻഡ് സോ പവർഫുൾ. ദാറ്റ്സ് വൈ മൈ മെയിൻ ഇമോഷൻ ഈസ് ആഫ്റ്റർ ദി ഗെയിം. എന്തായാലും ഈ ഒരു ഗെയിം 4-2 എന്ന രൂപത്തിൽ അവസാനിച്ചു. അൺബിലീവബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫൈനൽ മിനിറ്റ്സിൽ. ഞാൻ വിചാരിക്കുന്നത് ഈ ലീഗ് വിൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ മോർ സ്പെഷ്യലാണ്. ബേൺമൗത്തിനെതിരെ അവസാനത്തെ 6 മിനിറ്റ് വാവ് ഇംപ്രസീവ് ദാറ്റ് വാസ് എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. 2 ഗ്രേറ്റ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ബേൺമൗത്തും ഞങ്ങളും ഒരു ഫുൾ ഗ്യാസിലാണ് ഫോർ 99 മിനിറ്റ്സ് ഞങ്ങൾ കളിച്ചിട്ടുള്ളത്. റഫറി നല്ല രൂപത്തിൽ മത്സരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും, ചെറിയ കാര്യങ്ങൾക്ക് അങ്ങനെ വിസിൽ ചെയ്യാതെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ഗ്രേറ്റ് ഗെയിമായിരുന്നു, കാണാൻ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഇൻ ദി എൻഡ് ഞങ്ങൾ വിജയിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇമോഷൻസിനെ അത് നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് വാട്ട് യു വുഡ് ലൈക്ക് ടു സീ. ഞാൻ പറയും, പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ PSG മത്സരത്തെക്കുറിച്ച്. നമുക്ക് 32ാമത്തെ മത്സരം, ലീഗിലെ 32ാമത്തെ മത്സരം പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് ഗെയിമുമായിട്ട് നമുക്ക് അതിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 ടീമും ഒരുപോലെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ പോരാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും വിട്ടുകൊടുക്കാത്തത്, അതുപോലെ തന്നെ നല്ല റഫറിങ്ങുമായിരുന്നു. സോ മികച്ചൊരു പോരാട്ടമാണ് സംഭവിച്ചത് എന്നുകൂടി ഇപ്പോൾ ആർനെ സ്ലോട്ട് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.